ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസം കുരുവട്ടൂരികളുടെ ഷെയ്ഖ് കോമാട്ടുചാലുൽ അബ്ദുള്ള എന്ന ആ വ്യാജ സൂഫിയായി നടക്കുന്ന അയാളുടെ മുരീദാണല്ലോ നൗഷാദ്. ഈ കോമാട്ടുചാലുൽ അബ്ദുള്ളൻ്റെ പ്രസംഗത്തിൽ നമ്മളൊരു വിരോധാഭാസം കണ്ടിരുന്നു. മുഅ്തസിലിയാക്കളുടെ വാദം ഷിയാക്കളുടെ വാദക്കമായ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തക്കല്ലിമാണ്, അത് മുത്തക്കല്ലിമ് യഹീൽ ബുഖാരിയിൽ തങ്ങളുടെ അള്ളാഹു തആല ഇങ്ങനെ വരികയാണ് എന്ന് കോമാട്ടുചാലിൽ പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗത്തിന് മറുപടിയായിട്ട് നമ്മളൊരു വീഡിയോ ഇറക്കിയിരുന്നു. ബഹുമാനപ്പെട്ട ഖാളി ഇയാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അതുപോലെ തന്നെ അഖീദൻ്റെ കിതാബ് ശറഉൽ അഖായിദൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം കോട്ടക്കലിൽ നൗഷാദ് പ്രസംഗിച്ചപ്പോൾ അതിൽ നൗഷാദ് ന്യായീകരിച്ചിട്ട് എന്തായി എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എത്ര വൈരുദ്ധ്യമായ കാര്യമാണ് നൗഷാദ് പറയുന്നത്. സ്വന്തം ഷെയ്ഖിൻ്റെ അടുത്ത് വന്നൊരു മിസ്റ്റേക്ക്, ഈ മിസ്റ്റേക്ക് അത് വളരെ വ്യക്തമായി നമുക്കറിയാം. നൗഷാദ് പറയുന്നത്, ഷെയ്ഖും പറയുന്നത് അല്ലാഹു തആല മുത്തക്കല്ലിമാണ്, അല്ലാഹു തആലയുടെ സിഫത്താണ് മുത്തക്കല്ലിം എന്നുള്ളത്. അത് അല്ലാഹു തആല മുത്തക്കല്ലിമാവുന്നത് യഹ്യൽ ബുഖാരിയിലൂടെ മുത്തക്കല്ലിമയാണ്. അല്ലാഹു തആല മുത്തക്കല്ലിമാവുന്നത് യഹ്യൽ ബുഖാരിയിലൂടെയാണ് എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തായ മുത്തക്കല്ലിം എന്നത് യഹ്യൽ ബുഖാരിയിലേക്ക് നീങ്ങി. ഇത് നമ്മൾ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞിരുന്നു. ഫത്താവൽ ഹദീസിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ സിഫത്തുകളെ പറ്റിയും അങ്ങനെ പറയാൻ പാടില്ല എന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും കുരുവട്ടൂരികളുടെ ആ പ്രസംഗം ഒന്ന് കേൾക്കുക, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഷെയ്ഖിൻ്റെ പ്രസംഗം ഒന്നും കൂടെ കേൾക്കുക. അത് സംസാരിക്കുന്നത് നമ്മളെ മുന്നിൽ, നമ്മളോട് ആ വിഷയം അവർ സംസാരിക്കുന്നു, നമ്മൾ കേൾക്കുന്നു. ഇതാണ് അമല്. അവർ സംസാരിക്കുന്നു, നമ്മൾ കേൾക്കുന്നു. ഈ രണ്ട് അമലാണ് ഇവിടെ നടക്കുന്നത്. തിരിയാതിരിക്കുക എന്നുള്ളതല്ല ഇവിടെ വിഷയം. അല്ലാഹു മുത്തക്കല്ലിമാണ്, അല്ലാഹ് മുത്തക്കല്ലിമാണ്. അല്ലാഹു മുത്തക്കല്ലിമാകുന്നത് ഇവരിലൂടെയാണ്. അല്ലാഹു മുത്തക്കല്ലിമാണ്, അല്ലാഹ് മുത്തക്കല്ലിമാണ്. അല്ലാഹു മുത്തക്കല്ലിമാകുന്നത് ഇവരിലൂടെയാണ്. അല്ലാഹു മുത്തക്കല്ലിമാണ്, അല്ലാഹ് മുത്തക്കല്ലിമാണ്. അല്ലാഹു മുത്തക്കല്ലിമാകുന്നത് ഇവരിലൂടെയാണ്. അപ്പോൾ അല്ലാഹു തആല മുത്തക്കല്ലിമാകുന്നത് ഇവരിലൂടെയാണ്. അപ്പോൾ അള്ളാഹു ഒരു സിഫത്ത് ഈ യഹീൽ ബുഖാരിയിലേക്ക് വരികയാണ്. അപ്പോൾ യഹീൽ ബുഖാരി വഫാത്തായാലോ അള്ളാഹിന് മുത്തക്കല്ലി സിഫത്ത് ഇല്ലാണ്ടാവൂലേ? ഇപ്പോൾ അല്ലാഹു തആല മുത്തക്കല്ലിമാകുന്നത് ഇവരിലൂടെയാണ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് നൗഷാദ് പറയുന്ന വീഡിയോ കേട്ടോക്കി. എന്താ ഷെയ്ഖ് പറയുന്നത്? അല്ലാഹു മുത്തക്കല്ലിമാണ്, അല്ലാഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അല്ലാഹു മുത്തക്കല്ലിമാകുന്നത് ഇവരിലൂടെയാണ്. മശായിഖിലേക്ക് മഹാനരായ യഹ്യൽ ബുഖാരി തങ്ങളെ ഇശാറത്താക്കി ഇവരിലൂടെയാണ് അല്ലാഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ ഷെയ്ഖ് പറയുന്നത്? അല്ലാഹു മുത്തക്കല്ലിമാണ്, അല്ലാഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അല്ലാഹു മുത്തക്കല്ലിമാകുന്നത് ഇവരിലൂടെയാണ്. മശായിഖിലേക്ക് മഹാനരായ യഹ്യൽ ബുഖാരി തങ്ങളെ ഇശാറത്താക്കി ഇവരിലൂടെയാണ് അല്ലാഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ ഷെയ്ഖ് പറയുന്നത്? അല്ലാഹു മുത്തക്കല്ലിമാണ്, അല്ലാഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അല്ലാഹു മുത്തക്കല്ലിമാകുന്നത് ഇവരിലൂടെയാണ്. മശായിഖിലേക്ക് മഹാനരായ യഹ്യൽ ബുഖാരി തങ്ങളെ ഇശാറത്താക്കി ഇവരിലൂടെയാണ് അല്ലാഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കേട്ടില്ലേ നിങ്ങൾ? അപ്പം അല്ലാഹു തആല മുത്തക്കല്ലിമാവുന്നത് യഹ്യൽ ബുഖാരിയിലൂടെയാണ് മുത്തക്കല്ലിമാവുന്നത് എന്ന് അല്ലേ? അത് പറയാൻ പാടുണ്ടോ? ശറഹുൽ അഖായിദ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ പള്ളി ദർസിൽ ഓതുമ്പോൾ അത് ശരിക്കും ഓതുമ്പോൾ അല്ലാഹു തആലയെ പറ്റി പറഞ്ഞ സ്ഥലം കാണാം. അല്ലാഹു തആല മുത്തക്കല്ലിമാണ് എന്ന് പറയുന്ന സ്ഥലം അവിടെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ അത് പറയുന്ന ഖാല സിയാലഖുതി ഫീഹി അന്നൽ മുഅ്തസിലത ഗൈറു ഖായിലിന ബിഖിയാമി തകല്ലുമി ബിമാന ഖലഖൽ കലാം ഐലൻ പറയുന്നു. സിയാലഖുതി പറയാണ് എന്ത്? ബൽ ഇത്ലാഖുൽ മുതക്കല്ലിമി വൽ ഖാലിഖി, അല്ലാഹു തആല ഖാലിഖാണ്, അല്ലാഹു തആല മുത്തക്കല്ലിമാണ്. ഇതൊക്കെയുള്ള പ്രയോഗം അലൈഹി തആല അല്ലാഹു തആലയുടെ മേൽ അല്ലാഹു മുത്തക്കല്ലിമാണ്, അല്ലാഹു ഖാലിഖ് എന്ന് പറഞ്ഞാൽ ഇൻദഹും മുഅ്തസിലിയാക്കളുടെ അരികിൽ ബിഇതിബാരി മാനൻ
ഹാസിലിൻ ഫീ ഗൈരിഹി, മറ്റൊരാളിൽ എന്ത് പരിഗണിച്ചു? ബിമാനൻ ഹാസിലിൻ ഫീ ഗൈരിഹി, മറ്റൊരാളിൽ, അല്ലാഹു തആല അല്ലാത്ത ഒരാളിൽ ഉള്ള മാനാർത്ഥം. ഇത് മുഅ്തസിലിയാക്കളുടെ വിശ്വാസമല്ലേ? അപ്പോൾ അല്ലാഹു തആല മുത്തക്കല്ലിമാണ്, യഹ്യൽ ബുഖാരിയിലൂടെയാണെന്ന് പറയുമ്പോൾ അല്ലാഹു തആലയുടെ ദാത്തിലുള്ള സിഫത്ത് അത് മറ്റൊരാളിലൂടെ ആകുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് അർബി ഇഅ്തിബാരി മാനൻ ഹാസിലിൻ ഫീ ഗൈരി, അല്ലാത്ത ഒരാളിൽ ഉണ്ടാവുകയാണ്. ഇതല്ല ഇപ്പൊ ഇവർ പറയുന്നത് അല്ലാഹു തആല മുത്തക്കല്ലിമാവുന്നത് യഹ്യൽ ബുഖാരിയിലൂടെയാണ്. ഇതേ വിശ്വാസമല്ലേ മുഅ്തസിലിയാക്കളും പറഞ്ഞത്? അല്ലാഹു തആല മുത്തക്കല്ലിമാവുന്നത് അല്ലാത്ത ഒരാളിൽ ഉണ്ടാവുന്ന മാനയാണ്, ആ അർത്ഥത്തിലാണെന്നുള്ളത് മുഅ്തസിലിയാക്കളുടെ മതമല്ലേ? അപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ ഈ അർത്ഥത്തിൽ അല്ലേ? ഇനി ഇപ്പോൾ പറഞ്ഞത് അർത്ഥം എന്താണ്? അല്ലാഹു തആല മുത്തക്കല്ലിമാണ് ഇവർ പറയുമ്പോൾ ശരിക്കും മുഅ്തസിലിയാക്കളുടെ വിശ്വാസം. ഇനി നോക്കൂ നിങ്ങൾ, നമ്മൾ ഇന്നലെ പറഞ്ഞ വീഡിയോത്തിന് വീണ്ടും പറഞ്ഞിരുന്നു, അത് വീണ്ടും പറയുകയാണ്. അതാ ഫത്താവൽ ഹദീസിൽ കാണാൻ കഴിയും. ഫത്താവൽ ഹദീസിൽ പറയുന്നു, വൈദാ ബാനത് അല്ലാഹു തആല മറ്റൊരു ദാത്തിലേക്ക് അവതരിക്കുന്നു, അവതാരമാകുന്നു, ഹുലൂൽ വത്തിഹാദ് ഉണ്ടാകുന്നു, ഇറങ്ങി വരുന്നു എന്നുള്ള വാദം പറ്റൂല, തെറ്റെന്ന് പറഞ്ഞാൽ ഫഖദ അല സിഫാത്തി, സിഫത്തും അങ്ങനെ തന്നെയാണ്. ലിസ്തിഹാലത്തി ഇന്തിഖാലി സിഫത്തി ദാത്തി അൽ മുഖ്തസത്തി ബിഹാ ഇലാ ഗൈരിഹാ, അല്ലാഹു തആലാന്റെ ദാത്തിൽ മുഖ്തസായ സിഫത്താണ് മുത്തക്കല്ലിം. അത് മറ്റൊരാൾക്ക് നീങ്ങുന്നു പറയുന്നു, അതും പാടില്ലാത്ത വിഷയമാണ്, തെറ്റാണ്. അപ്പോൾ അല്ലാഹു തആല മുത്തക്കല്ലിമാണ്. ആ മുത്തക്കല്ലിം എന്ന സിഫത്ത് മറ്റൊരാളിലൂടെ ഉണ്ടാവുന്നു, മറ്റൊരാളിലൂടെയാണ് പ്രകടമാവുന്നത് എന്ന് പറയുന്നത് ശരിയല്ല, ശരിയായ വാദമല്ല. ഹുലൂൽ വൽ ഇത്തിഹാദ് വാദം പോലെയാണ്. അത് മുഅ്തസിലിയാക്കളുടെ വിശ്വാസമാണ്. ശിയാക്കൾക്കും അങ്ങനെ വാദമുണ്ട്, ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. ഇത് ഷെയ്ഖിന്റെ അബദ്ധമാണ്, ഷെയ്ഖിന് പറ്റിയ വളരെ വ്യക്തമായ അബദ്ധമാണ്. അങ്ങനെ അല്ലാഹു തആല അതിന് പറഞ്ഞ സിഫത്ത് മറ്റൊരാളിലാണ്, മറ്റൊരാളിലൂടെയാണ് അല്ലാഹുവിന്റെ സിഫത്ത് പ്രകടമാവുന്നത് എന്ന് പറയുമ്പോൾ എത്ര അബദ്ധമാണ്. എന്നിട്ടാണെങ്കിലോ ഇതിനെ ന്യായീകരിക്കാൻ വേറെ ചില കാര്യങ്ങൾ, അരി എത്ര ചോദിക്കുമ്പോൾ പേരഞ്ഞായി എന്ന് പറയുമ്പോൾ ഒരു ബന്ധവും ഇല്ലാത്ത, ഈ വിഷയവുമായിട്ട് ഒരു പുലബന്ധവും ഇല്ലാത്ത വാദങ്ങളാണ് നൗഷാദ് പറയുന്നത്. ഇനി ഞാൻ നമ്മളൊക്കെ അറിയുന്ന കിതാബാണല്ലോ തുഹ്ഫത്തുൽ മുഹ്താജ്. ആ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഒരു ഇബാറത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ സൂഫിയാക്കന്മാർ, ആ സൂഫിയാക്കന്മാരിൽ അവരുടെ കിതാബുകളിൽ ചില കാര്യങ്ങൾ ഇങ്ങനെയുള്ള പദങ്ങൾ കണ്ടേക്കാം. അത്തരം പദങ്ങൾ ചില വ്യാജ സൂഫികളായ ആളുകൾ ഉദ്ധരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ ആ തുഹ്ഫയിൽ പറയുന്ന അവർ ഇബാറത്ത് വായിച്ചിട്ട് വിശദീകരിച്ച് തരാം. എന്താണ് പറയുന്നത്? ചില തസൗഫിന്റെ കിതാബുകൾ, ആ കിതാബുകളിൽ സ്ഥിരപ്പെട്ട ചില തസൗഫിന്റെ ആളുകൾക്കുള്ള ചില പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങളെ ഒരാൾ ഉച്ചരിച്ചാൽ, സംസാരിച്ചാൽ, കാസിദൻ ലഹു മഅ ജഹ്ലിഹി ബിഹി, അതിന്റെ അർത്ഥമൊന്നും അവൻ അറിയാതെ അതുകൊണ്ട് പറഞ്ഞാൽ, വല്ലദീ യംബഗി ബൽ യതഅയ്യനു വുജൂബു മൻഇഹി, അങ്ങനെ ആരെങ്കിലും തസൗഫിന്റെ കിതാബുകളിൽ സ്ഥിരപ്പെട്ട കാര്യം അതിന്റെ അർത്ഥം അറിയാതെ ഒരുത്തൻ സംസാരിക്കണമെങ്കിൽ അവനെ തടയണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ബൽ എന്നല്ല ലൗഖില ബിമൻഇ ഗൈരിൽ മുസ്തഹരി ബിതസൗഫി അസ്വാദിഖി, യഥാർത്ഥ തസൗഫ് കൊണ്ട് മഷ്ഹൂറല്ലാത്ത ഒരുത്തനെ തടയണം. ആരാ? ഇപ്പൊ മനസ്സിലായില്ലേ? കോമാട്ടുചാലുൽ അബ്ദുള്ള എന്ന് പറയുന്ന ആളും ശിങ്കിടികളും യഥാർത്ഥത്തിന്റെ തസൗഫിന്റെ ആൾക്കാരല്ല എന്നുള്ളത് മലയാളികൾക്കറിയാം, അന്നന്തിന്ന് എല്ലാവർക്കും അറിയാം, കേരളീയർക്കറിയാം, എല്ലാവർക്കും സുബർ അയാളെ പറ്റി ഉത്തരേന്ത്യ എല്ലാവർക്കും അറിയാം. തനി വ്യാജനാണ്, കള്ളനാണ്, കള്ള സൂഫിയാണ്, ഷെയ്ഖൊന്നുമില്ല, വെറും ചെയ്ക്കാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. വെറും കള്ളനാണ്, തനി ഇസ്ലാമിക വിരുദ്ധമായ വാദങ്ങൾ പറയുന്ന ആളാണ്, കുഫ്രിയത്തിന്റെ വാദങ്ങൾ വെച്ച് പുലർത്തുന്ന ആളാണ് ഈ ഇവരുടെ ഷെയ്ഖ് എന്നുള്ളത് അതും അറിയാം. അങ്ങനെ വ്യാജനായ ഒരു സത്യസന്ധനല്ലാത്ത സൂഫി, ആ സൂഫിയുടെ അങ്ങനെ അല്ലാത്ത ഒരാൾ അയാളെ തടയണം. മിനത്തക്കല്ലുമി ബികലിമാതിഹിം അൽ മുഷ്കില, ഇത്തരം ചില പ്രയോഗങ്ങളെ ഉച്ചരിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളെ തടയൽ നിർബന്ധമാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ചപ്പുറത്തുകയാണെങ്കിൽ ഇങ്ങനെ സൂഫിയാക്കന്മാർ, ആ സൂഫിയാക്കന്മാരുടെ
ഒറിജിനൽ സൂഫിയാക്കന്മാർ, മുൻകാലത്തൊക്കെ ഉണ്ടായിരുന്ന നല്ല യഥാർത്ഥ മശായിഖന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, സൂഫിയാക്കന്മാർ, അവരുടെ കിതാബുകളിൽ സ്ഥിരപ്പെട്ട ചില പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങൾ അതിൻ്റെ മുറാദ് എന്താണെന്ന് അറിയാതെ, അതുപോലെ തന്നെ മുറാദ് അറിയാതെ ഒരാൾ, ചില വ്യാജ സൂഫി പറഞ്ഞു നടക്കുന്ന ആളുകൾ അങ്ങനെ ഉച്ചരിക്കുന്നുവെങ്കിൽ അവനെ തടയൽ നിർബന്ധമാണ്. അപ്പൊ ഇത്തരം ചതിപ്രയോഗങ്ങൾ, ഇത്തരം കള്ളവാദങ്ങൾ പറയുമ്പോൾ തടയണം, പറയാൻ പാടില്ല. നൗഷാദ് തിരുത്തി കൊടുക്കേണ്ടതാണ് ഷെയ്ഖിന്, അല്ലെങ്കിൽ ഷെയ്ഖ് പറയാൻ പാടില്ലായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അയാൾ തന്നെ വ്യാജനാണ് എന്നുള്ളത്. അപ്പോ അല്ലാഹു തആല മുത്തക്കല്ലിമാണ്. ഈ മുത്തക്കല്ലിം സിഫത്ത് ഇത് അല്ലാഹു തആല അല്ലാത്ത ഒരാളിലൂടെ പ്രകടമാകുന്നു എന്ന് പറയുമ്പോൾ അബദ്ധജടിലമായ വാദമാണ്. തനി കുഫ്രിയത്ത് വെച്ച് പുലർത്തുന്ന വാദങ്ങളാണ്, പറയാൻ പാടില്ല.